പറമ്പിൽ കൃഷിയാണ്. നടത്താം. പയറ് വെറും ഇതാണേ, മറ്റേ ആ ചാഴി ഉണ്ടല്ലോ, അത് ചാഴി കയറിയിട്ട് മുഴുവൻ ചമ്മിച്ച്. തന്നെയല്ല, ഈ പയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ കൂടുതൽ പറമ്പിലേക്ക് വരുന്നൊരു സാധനം. അപ്പം അതിന് വേറെ പലതിനെയും പ്രതികരിക്കാൻ കഴിയുന്നുണ്ട് അവർക്ക്. അപ്പം അതുകൊണ്ട് വെറുതെ പാകിയതാണ്, നമുക്ക് കായ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് പാകിയിരിക്കണം. അങ്ങനെ പയറ് വലിച്ചിട്ടതാണ്. ആ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് പാകിയിടാം മഴ വരുമ്പോഴേക്കെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പയറെന്ന് പറഞ്ഞാൽ വലിയ പയറില്ലേ, കുറ്റിപ്പയറല്ല, വലിയ പയർ. അത് അവിടെ പന്തലിട്ടടുത്ത് പടത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ശിവേട്ടൻ വഴുതന മേടിക്കുന്നുണ്ട്. ഒരു ട്രിപ്പ് കൊണ്ട് കൊടുത്തു, ഇനി രണ്ടാം ട്രിപ്പ്. ആ അവനെ ഒഴിവെന്ന് പറയുന്നതില്ല, അവനുണ്ടെങ്കിലല്ലേ ഒന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ. ഇന്ന് പണിക്കാരെ നിർത്തിയിട്ട് അധികം പണിയൊന്നും നടന്നിട്ടില്ല. കഷ്ടമാണ്. കൂലി 2400 രൂപ കൊടുത്ത മുതലാണ്, എന്നിട്ട് ഇത്രയും ഒരു ഇതാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അല്ലാത്ത എങ്ങനെയാണ് കൃഷി മുതലാകുക? പിറങ്കിയണ്ടി രണ്ട് പണിക്കാരുണ്ടായിരുന്നു ഇന്നലെ. ഇന്നൊരാൾക്ക് വയറുവേദനയാണ്. അപ്പോൾ അത് കാരണം അയാൾ വന്നില്ല. ഒരാളെ കൊണ്ട് എന്തോന്ന് ചെയ്യാനേ. എനിക്കാണെങ്കിലും ഇന്നൊന്ന് വെയിലത്തോട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിട്ടേ അവരോട് എങ്ങനെ എന്ത് ഭാഷയിലാണ് പറയുക? മോനാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ മനസ്സിലാക്കിക്കുക. അത് ചിലറ്റങ്ങൾക്ക് ആക്ഷൻ കാണിച്ചാലെങ്കിലും മനസ്സിലാകണം, ഇതൊന്നും മനസ്സിലാകില്ല. പിന്നെ അങ്ങനെയുള്ളവരെ എന്തോ ചെയ്യാൻ. എനിക്ക് ഓരോരുത്തർ വരുന്നവർക്ക് കൊടുത്തു വിടുകയായിരുന്നു വഴുതനങ്ങ പറിച്ചിട്ട്. തുമ്പേ
നല്ല ഒരു കുമ്പളങ്ങയാണ്. ആ അത് തന്നെ ഒരു കളർ ചേഞ്ച് വന്നിരിക്കുന്നു. എന്താണാവോ, അത് കേടായിരിക്കും. അതല്ല നിലത്ത് കിടന്നിരുന്നതേ, അത് ഈ മുള്ളംപന്നിയോ മറ്റേ പന്നിയോ ഏത് പന്നിയെന്നറിയില്ല. ഉണ്ടല്ലേ, എന്തോ വന്നിട്ട്. അപ്പം ശരിക്ക് കൃഷിയൊന്നും നടത്താതിരിക്കുന്നത് നല്ലത്. നമ്മളിപ്പോൾ വലിയ കാര്യത്തെ ഇനി അതൊക്കെ കൂടെ വളർത്തി കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇവരുടെ ശല്യം കൊണ്ട് വെറുതെ കാശ് കളയല്ലേ. ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒക്കെ നശിപ്പിക്കുക, ഒക്കെ പൈസയും ചിലവാക്കുക, നമ്മളുടെ കഷ്ടപ്പാടും എല്ലാം കൂടി നോക്കുമ്പോൾ എന്നിട്ട് അവർ വന്നിട്ട് നശിപ്പിച്ച് കളയുക എന്ന് പറയും. ഏ ഏ ആ അതാണേ. ഞാൻ പിന്നെ പൈസ നോക്കാറില്ല, നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ട് വേണ്ടല്ലോ. അപ്പോൾ അത് കാരണം കാശല്ലാതെ തന്നെ അങ്ങ് ഇഷ്ടം പോലെ വാരി ചിലവാക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിൽ എന്നാൽ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തിലൊക്കെ നല്ല പച്ചക്കറിക്ക് നല്ല ഉണ്ടായി, പച്ചക്കറി ഉണ്ടാകുകയും ചെയ്തു. അതുപോലെ തന്നെ വിൽപ്പനയ്ക്കും നല്ല സാധ്യതയായിരുന്നു. ഇപ്പം എന്താ അറിയില്ല. ഇപ്പോൾ കൃഷിഭവനൊക്കെ നടത്തുന്നുണ്ട്. കൃഷിഭവനിൽ എന്താണെന്നറിയാമോ, ഉച്ചവരെ ചൊവ്വയും വ്യാഴവും ഉച്ചവരേ ഉള്ളൂ. ഉച്ചവരെ എന്ത് കച്ചവടം നടക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്ത സാധനം അധികം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പോയി എന്ന് കരുതിയാൽ മതി. അവിടെയും കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സാധനം എന്തെങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുക ആണ് നല്ലതെന്ന് തോന്നുന്നു ഇപ്പം. ഇനി അങ്ങനെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ കണ്ട് വിൽപ്പനയ്ക്ക് ഇനി അതുകൊണ്ട് ആ കൃഷിയൊക്കെ നല്ലതാണ്, ഇഷ്ടവുമാണ് കൃഷി ചെയ്യാനും ഒക്കെ. അവിടെ ഉണ്ട്. അത് ഇവരെ വെട്ടിക്കളഞ്ഞായിരുന്നതേ. പിന്നെ അതേന്ന് പൊട്ടിക്കളിച്ചിട്ടേ. ഇതാണ് എൻ്റെ കൃഷിസ്ഥലം. അപ്പുറം ഉണ്ട്, അവിടേക്കൊന്നും പോകുന്നില്ല. വെണ്ടയും കുമ്പളമൊക്കെ കിടക്കുന്നുണ്ട്.